أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا حول ولا قوة إلا بالله العلي العظيم. അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്മുകളിൽ നിന്ന് അൽ ജബ്ബാർ എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു നമ്മളുടെ ഈ ക്ലാസ്സുകളെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ജബ്ബാർ എന്നുള്ള ഇസ്മിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ജബ്ബാർ എന്നുള്ള ഇസ്മിനെ കുറിച്ച് അതിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന പ്രധാന ഭാഗങ്ങൾ നമുക്ക് 5-8 ക്ലാസ്സുകളിലൂടെ ഏകദേശം അള്ളാഹുവിന്റെ അസ്മാകളിൽ നിന്ന് പ്രധാനമായ കുറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ എടുത്തതിൽ നിന്ന് മാറി ഉള്ള ഒരു ഇസ്മാണ് ഇന്ന് എടുക്കാനുള്ളത്. ഇതുവരെ നമ്മൾ എടുത്തത് ഖുദ്ദൂസ്, അള്ളാഹുവിന്റെ പരിശുദ്ധയെ കുറിച്ച്, അള്ളാഹു സലാം രക്ഷ നൽകുന്നവനാണ് എന്നുള്ളതിനെ കുറിച്ച്, മുഅ്മിനാണ്, മുഹൈമിനാണ് എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് അള്ളാഹു ജബ്ബാർ ആണ് എന്നുള്ളത്. എന്താണ് ജബ്ബാർ? ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ജബ്ബാർ എന്നുള്ള ചർച്ചകളിലേക്ക് പോകാം. അതിന്റെ മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി വരുന്നത് ഒന്ന് ഈ പേരിന്റെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ. രണ്ടാമത്, ഇങ്ങനെ അള്ളാഹു ജബ്ബാർ ആകുന്ന സമയത്ത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി, അള്ളാഹുവിന്റെ പ്രത്യേകതയായി വന്നു ചേരുന്ന 12 ഭാഗങ്ങളുണ്ട്, സ്വഭാവങ്ങൾ. ഇതാണ് ഇന്നത്തെ ഇസ്മിന്റെ നമ്മളുടെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അള്ളാഹു ജബ്ബാർ ആയതുകൊണ്ട് അള്ളാഹുവിന് വന്നു ചേർന്നിരിക്കുന്ന, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ 12 ഭാഗങ്ങൾ. അതേപോലെ തന്നെ ഈ പദം നിത്യേന നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് മാത്രം. അള്ളാഹു ജബ്ബാർ ആയതുകൊണ്ട് ആ ജബ്ബാർ എന്നുള്ള ഇസ്മ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ? നമ്മളൊരു തീരുമാനം എടുക്കുന്ന സ്ഥലത്ത് നമ്മളുടെ ആ ജബാബിറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് ഉദാഹരണ സഹിതം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഫിർഔനിന്റെ രണ്ടുപേരും ഒരു നിർണായക ഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് ഉള്ള ഒരു ചർച്ച അതാണ് കഴിഞ്ഞത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി പറയൽ. അത് കഴിഞ്ഞാൽ നാം നിത്യജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഓരോ ഇസ്മ പഠിക്കുന്ന സമയത്തും ഇത് നമ്മൾ ഇതിൽ സൂക്ഷിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചർച്ച. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യം ജബ്ബാർ എന്നുള്ള നാമത്തിന്റെ അർത്ഥങ്ങളിലേക്ക് പോകാം. ഇതിന് വാക്കർത്ഥങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഇന്നത്തെ ചർച്ചകളിലേക്ക് വരുന്ന 3 അർത്ഥങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഒന്നാമത്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ. അള്ളാഹു ജബ്ബാർ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങളെ നന്നാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നവൻ എന്നർത്ഥം. നന്നാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നവൻ. ഈ അർത്ഥം വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി പറയാം. ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവെ ഞങ്ങളുടെ കാര്യങ്ങളെ മുഴുവൻ പരിഹരിച്ചു തരണേ, നന്നാക്കി തരണേ എന്ന് നാം ദുആ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അതാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ എന്നുള്ളത്. അള്ളാഹു ആ അർത്ഥ ജബ്ബാർ എന്നുള്ളതിന് ആ അർത്ഥ തലമുണ്ട്. നമ്മൾ ഓരോ നിസ്കാരത്തിലും വജ്ബുർനി എന്നുള്ള ദുആയിലൂടെ അള്ളാഹുവിനോട് അത് തേടുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒന്നാണ്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി നിർവഹിക്കുന്നവൻ. അള്ളാഹു എന്താണോ സൃഷ്ടികളിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവൻ എന്നുള്ള ഒരർത്ഥം കൂടി ജബ്ബാർ എന്നുള്ള പദത്തിനുണ്ട്. അത് ബലമായി നിർവഹിക്കുന്നവൻ എന്നർത്ഥം ഞാൻ എഴുതി വെക്കാത്ത, ഒന്നുകിൽ അങ്ങനെ എഴുതലാണ് നല്ലത്. അത് എഴുതി വെക്കാത്തത് ഇനി ഖഹാർ എന്നുള്ളതുണ്ട്. എപ്പോഴും ജബ്ബാറിന്റെ കൂടെ ഖഹാർ കൂടി എടുത്തു വെക്കുന്ന സമയത്താണ് അതിന്റെ ഒരു പൂർണ്ണത ലഭിക്കുക. പക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജബ്ബാർ എന്നുള്ളതായതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതേപോലെ നിർവഹിക്കുന്നവൻ. പിന്നെ ജബ്ബാർ എന്നുള്ളതിന്റെ അർത്ഥം വലിയവൻ, ശക്തൻ, അങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത അർത്ഥത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്.
അതിൽ കൂട്ടത്തിൽ ഒന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായികൾ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടില്ല, കാരണം അവിടെയുള്ള ആളുകൾ ജബ്ബാരീൻ ആണ്. ജബ്ബാരീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തരും വലിയവരുമാണ് അവിടെയുള്ളത്. അവർ ശക്തരാണ്, അവരോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറയാനാണ് ഖൗമൻ ജബ്ബാരീന എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഇനി അള്ളാഹുലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് ഇതിന്റെ അർത്ഥങ്ങൾ പ്രധാനമായിട്ടും അസ്മാഉൽ ഹുസ്ന വ്യാഖ്യാനിക്കുന്ന ആളുകൾ വെച്ചിട്ടുള്ളത് 3 അർത്ഥങ്ങളാണ് അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്ന സമയത്ത്. ഒന്നാമത്, ഉന്നതനായിരിക്കുന്നവൻ, എല്ലാ സൃഷ്ടികളെക്കാളും സമുന്നതനായിരിക്കുന്ന അള്ളാഹു എന്നുള്ള അർത്ഥമാണ് അള്ളാഹു ജബ്ബാർ ആകുന്നു എന്ന് പറയുന്നതിന് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അർത്ഥമാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, പ്രയാസപ്പെട്ടവരെ സഹായിക്കുകയും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ. അൽമാനസാനി രണ്ടാമത്തെ അർത്ഥം ജാബിറുൽ കസ്ർ, എല്ലാ പൊട്ടലുകളും പ്രയാസങ്ങളും പരിഹരിക്കുന്നവൻ. ഹുവൈജുബുർ കസ്ര കുല്ലി ലഈഫിൻ, എല്ലാ പ്രയാസം അനുഭവിക്കുന്നവരുടെയും എല്ലാ പാപങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുന്നവൻ എന്നർത്ഥം. ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. യഖൂലുൽ ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അൽ ജബ്ബാറു യാനി അൽ മുസ്ലിഹു ഉമൂറ ഖൽഖിഹി, അൽ മുസ്ലിഹു നന്നാക്കി കൊടുക്കുന്നവൻ, ഉമൂറ ഖൽഖിഹി സൃഷ്ടികളുടെ കാര്യങ്ങൾ, നമ്മളുടെയൊക്കെ ഓരോ കാര്യങ്ങളും നന്നാക്കി തരുന്നവൻ എന്നുള്ളത്. അൽ മുസരിഫു ഫീഹിം ബിമാ ഫീഹി സലാഹും, നമുക്കൊക്കെ ഏതാണോ അനുയോജ്യമായത് അത് അള്ളാഹു തെരഞ്ഞെടുത്ത് നൽകുന്നവൻ എന്നുള്ളതാണ് രണ്ടാമത്തെ അർത്ഥം അള്ളാഹുലേക്ക് ചേർത്ത് നോക്കുന്ന സമയത്ത്. മൂന്നാമത് ഒരർത്ഥം വരുന്നത് അൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, സൃഷ്ടികളുടെ മേൽ പൂർണ്ണമായി തന്റെ ആ കാര്യങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് അതേ രീതിയിൽ നടപ്പാക്കാൻ കഴിവുള്ളവൻ എന്നുള്ള അർത്ഥം. ഖാഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖഹാർ എന്നുള്ള ഇസ്മി നമ്മൾ പ്രത്യേകമായി ഇതേ രീതിയിൽ പഠിക്കും. എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ തൊട്ട് താഴെ എടുത്തു വെച്ചിട്ടുള്ളത്. അൽ ജബ്ബാറു ഹുവൽ ഖാഹിറു ഖൽഖഹു അലാ മാ അറാദ, അല്ലാഹു എന്താണോ സൃഷ്ടികളിൽ ഉദ്ദേശിക്കുന്നത്, ഒരാൾ ജനിക്കണം, 2 ആൾ ജനിക്കണം, 1000 ആളുകൾ ഒരു ദിവസം ജനിക്കണം എന്ന് ഉദ്ദേശിക്കണം, അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനം അള്ളാഹു നടപ്പാക്കും. ഒരാൾ മരിക്കണം, അല്ല 1000 ആളുകൾ മരിക്കണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഭൂമിയിൽ ആ മരണം സംഭവിച്ചിരിക്കും. ഒരാൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അവർക്ക് ഇസ്സത്ത് ഒന്ന് ചേർന്നുകൊണ്ടിരിക്കും. റിസ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. ആരുടെയെങ്കിലും തടയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലോ തടയാനും കഴിവുള്ളവനാണ്. എന്താണോ തീരുമാനിക്കുന്നത്, ആഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതും അത് അതേ രീതിയിൽ നടപ്പാക്കാൻ കഴിവുള്ളവൻ എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ അർത്ഥത്തെ നമ്മൾ കൂടുതൽ ഡിസ്കഷൻ എടുക്കുന്നില്ല, നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നത് കൊണ്ട്. ജബ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ടാമത് നമ്മൾ പറഞ്ഞ അർത്ഥവും മൂന്നാമത് പറഞ്ഞ അർത്ഥവുമാണ് വിശദീകരിക്കാനുള്ളത്. ഇതില് ഏറ്റവും കൂടുതൽ വിശദീകരിക്കാനുള്ളത് മൂന്നാമത് പറഞ്ഞ അർത്ഥമാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അതിന് മുമ്പ് രണ്ടാമത് പറഞ്ഞ അർത്ഥം, അതായത് ആളുകളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്നവൻ, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആക്കുന്നവൻ എന്നുള്ള അർത്ഥം. അള്ളാഹു ജബ്ബാർ ആയതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മളുടെ പ്രാർത്ഥനയിൽ നിസ്കാരത്തിൽ എന്ത് പറയുന്നത്, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി എന്ന് പറഞ്ഞുകൊണ്ട് വജുബുർനി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ജബർ ചെയ്ത് തന്നെ പരിഹരിച്ചു തരണേ, അതെല്ലാം നല്ല നേർവഴിയിലാക്കണേ എന്നാണ്. നമ്മൾ എണ്ണി പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ എണ്ണി പോവാറുണ്ട്. ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് എടുത്തു വെച്ചതാണ്. മറ്റൊരു ഹദീസിൽ വർസുഖനി എന്നുള്ളത് മുമ്പിലായി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ ചെല്ലാറുള്ളത്. അപ്പൊ ഓരോ ദിവസത്തിലും നമ്മൾ ഏറ്റവും സ്പീഡിൽ ചിലപ്പോ ചൊല്ലി തീർക്കുന്ന ദിക്റതായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട് തീർക്കുന്നത്. അതേസമയം നമ്മൾ അവിടെ ഓരോ അള്ളാഹുവിനോട്, ജബ്ബാറായിരിക്കുന്ന അള്ളാഹുവിനോട് നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരണേ എന്ന് ചോദിക്കുക. ഇത് ഇനി ആ ഭാഗം കടന്നു പോകുന്ന സമയത്ത് നിസ്കാരത്തിൽ ഇത് അള്ളാഹുവിനോട് വലിയൊരു ദുആയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വജുബുർനി എന്നുള്ള പദം ജബ്ബാറായിരിക്കുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. നമ്മളുടെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിലാക്കി മാറ്റുക. നമുക്ക് ഹൈറായത് ഏതാണ് എന്ന് നമുക്കറിയില്ല, പക്ഷെ വജുബുർനി നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അതിൽ ഏറ്റവും ഹൈറായത് ഏതാണ് അതിലാക്കി മാറ്റണേ. നമ്മൾ അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, വർഹംനി എന്നോട് കരുണ കാണിക്കണേ, വജുബുർനി എന്റെ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചു തരണേ.
കാരണം അള്ളാഹു ജബ്ബാറാകുന്നു. ആളുകളുടെ സൃഷ്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, അവർക്ക് ഏതാണോ ഹൈറ് എന്നുള്ളത് നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ ഇടയില് വളരെ കുറഞ്ഞ പ്രാർത്ഥനകളുടെ കൂട്ടത്തില് ഏത് ഇടം പിടിച്ചത്? ഒജുബുർനി, എന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരണേ. കാരണം അള്ളാഹു ജബ്ബാറാകുന്നു. പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് ഈ പദങ്ങൾ എത്തുന്ന സമയത്ത് അള്ളാഹുവിനോട് ഓരോന്ന് ചോദിക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ ആളോടാണ്, അതിന്റെ ചോദിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആളോടാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കുള്ളിൽ ഒരു തിരിച്ചറിവ് വരണം. അപ്പോഴാണ് നിസ്കാരം കടന്നു പോകുന്ന സമയത്ത്, ഓരോ അദ്കാറുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള മുനാജാത്ത്, ഓരോ സ്ഥലത്തെത്തുന്ന സമയത്തും അള്ളാഹു ഗഫാറു ദുനൂബ്, ദോഷങ്ങൾ പുറത്തു തരുന്നത് കൊണ്ട് വഗ്ഫിർലി എന്ന് പറഞ്ഞു. അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്നുള്ള ചർച്ചകൾ വരാൻ പോകുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പോ വർഹംനി, എനിക്ക് കരുണ ചെയ്യണേ. ഇന്നത്തെ ക്ലാസ് അള്ളാഹു ജബ്ബാറാകുന്നു, എല്ലാം പരിഹരിച്ചു നൽകുന്നവനാകുന്നു. അതുകൊണ്ട് വജ്ബുർനി, എന്റെ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ, എനിക്ക് ഏതാണോ ഹൈറുള്ളത് അതിലേക്ക് വിട്ടുതരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇത് തന്നെ അലി റളിയല്ലാഹുവിന്റെ ഒരു വാക്കും പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. യാ ജാബിറ കുല്ലി കസീർ, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നവനെ, വയാ മുസഹില കുല്ലി അസീർ, എല്ലാ പ്രയാസങ്ങളെയും എളുപ്പമാക്കി തരുന്നവനെ എന്നാണ്. കസറാറിന പൊട്ടിയതെല്ലാം നന്നാക്കുന്നവനെ എന്നാണ്. അറബി പദത്തില് ഭാഷാർത്ഥത്തില് എല്ല് പൊട്ടിയാൽ നന്നാക്കുക, കൂട്ടുക എന്നൊക്കെ ജബറക്ക് അർത്ഥമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് നൽകുന്നവനെ എന്നാണ്. അള്ളാഹുവിനോട് വജുബുർനി എന്നുള്ള ദുആ ചെയ്യുന്ന സമയത്ത് ജബ്ബാറായ അള്ളാഹുവെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ നീ പരിഹരിച്ചു തരണേ എന്നുള്ള ദുആ നിസ്കാരത്തിൽ തന്നെ നമുക്ക് മനസ്സിൽ ഹാദിറായി വരണം. ഇനി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത അർത്ഥം, അത് നമ്മൾ നേരത്തെ തന്നെ ഇതിൽ മൂന്നാമത് പറഞ്ഞ അർത്ഥമാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിരിക്കുന്നത്. ഹുവല്ലദീ തുൻഫിദു മശീഅതഹു അലാ സബീലിൽ ഇജ്ബാരി ഫി കുല്ലി അഹ്. ഇജ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലമായിട്ട് എന്നുള്ള അർത്ഥമാണ് കൊടുക്കുന്നത്. വല്ലദീ തുൻഫിദു മശീഅതഹു, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നുണ്ട്, അലൽ ഇജ്ബാരി, കർശനമായിട്ട്, ഫി കുല്ലി അഹദിൻ, ഓരോ വ്യക്തികളിലും. അപ്പൊ അള്ളാഹു ജബ്ബാർ ആകുന്നു എന്നുള്ളതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിച്ചിരിക്കുന്നത്, അള്ളാഹു ഓരോ വ്യക്തികളിലും എന്താണോ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അത് അള്ളാഹു കർശനമായി നടപ്പാക്കുന്നതാണ്. എന്നാൽ ഫീഹി മശിയത്തു അഹദി, നമ്മളുടെ ഒരാളുടെയും തീരുമാനം അള്ളാഹുവിന്റെ കാര്യത്തിൽ നടപ്പാവുകയുമില്ല. അല്ലദീ ലാ യഖ്റുജു അഹദുൻ മിൻ ഖബ്ലതിഹി, ഒരാളും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് മോചിതനല്ല, പുറത്തു പോകാൻ സാധിക്കുന്നവനല്ല. അപ്പോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എവിടേക്ക് തിരിയണം, എങ്ങനെ പോകണം, നമ്മളതിന്റെ അസ്ബാബുകൾ, കാരണങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ, ഞാൻ എല്ലാ കാരണങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇനി എനിക്കത് നൽകേണ്ടത് നിങ്ങളാണ്. അള്ളാഹു നൽകാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായി ലഭിക്കും. അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിലോ മുഴുവൻ കാരണങ്ങളും എല്ലാം തയ്യാറാക്കി വെച്ച് ലഭിക്കാതെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ പറയാറുണ്ടത്, അത് അള്ളാഹു എനിക്ക് കണക്കാക്കിയിട്ടില്ല. അപ്പോ ഹുവല്ലദീ തുൻഫിദു മശിയതഹു, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതാണ്, അലാ സബീലിൽ ഇജ്ബാരി, കർശനമായിട്ട്, ഫി കുല്ലി അഹദിൻ, ഓരോരുത്തരും. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നതെന്ന്. എന്നാൽ നമ്മളുടെ ആരുടെയെങ്കിലും തീരുമാനം കൊണ്ട് അള്ളാഹുവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അള്ളാഹു ജബ്ബാറായി കൊണ്ട് തന്നെ നിലനിൽക്കുകയാണ്. ഒരാൾക്കും സ്വാധീനിക്കാനോ അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനോ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗസാലി ഇമാം പറയാണ്, ഫൽ ജബ്ബാറുൽ മുത്ലഖു ഹുവല്ലാഹു തആല. അപ്പൊ ശരിക്ക് പരമമായിരിക്കുന്ന ഒരു ജബ്ബാർ ഏതെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ അത് നടപ്പാക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. പരമമായി നമുക്ക് പലതും തീരുമാനിക്കും, ചിലതെല്ലാം നടക്കും, അധികവും നടക്കാതെ പോകും. ചില ആളുകൾ തീരുമാനിക്കും 90% നടത്താൻ കഴിയും, പക്ഷെ 100% തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടത്താൻ ആർക്കും സാധിക്കുകയില്ല. അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു ജബ്ബാറാകുന്നു എന്ന് ഇങ്ങനെ പറയുന്ന സമയത്താണ് അള്ളാഹു ഇങ്ങനെ കർശനമായിട്ട് തീരുമാനം എന്താണോ ആലോചിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നത് അത് നടപ്പാക്കുമെന്ന് പറയുമ്പോൾ, കർശനമായി നടപ്പാക്കുന്നവനാണ് എന്ന് പറയുന്ന സമയത്ത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇസ്മിന്റെ വ്യാഖ്യാനത്തിൽ
ഈ ഇസ്മിന്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം എടുത്തു വെക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട 12 കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇന്നത്തെ ജബ്ബാർ എന്നുള്ള ക്ലാസ്സിലെ പ്രധാന ഭാഗവും ഇതാണ്. 12 കാര്യങ്ങൾ. ഇത് ശരിക്കും നമ്മളുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹു ജബ്ബാറാകുന്നു എന്നുള്ള ചിന്ത വന്നാൽ നാം നേരെ തിരിച്ചിങ്ങോട്ട് നടക്കും. തെറ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്. ഒരു തെറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു ജബ്ബാറാകുന്നു, ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഖഹാറുമാകുന്നു എന്നുള്ള 2 എണ്ണം പഠിച്ചാൽ നമ്മൾ ഒരു തെറ്റിലേക്കും പോവുകയില്ല. ഒരു തെറ്റും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നു കഴിഞ്ഞാലും ഇത്തഖിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു നടക്കുന്ന ഒരവസ്ഥ വരും. ഇതില് ഒന്നാമതായി വരുന്നത് യസ്തഗ്നി അനിൽ അത്ബഅ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ജബ്ബാറായി നിലകൊള്ളുന്ന ഒരുത്തനാണ്. അള്ളാഹു ജബ്ബാറായി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുയായികൾ വർദ്ധിക്കുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ ഒരു മാറ്റവുമില്ല എന്നാണ്. എന്ത് തീരുമാനിക്കുന്നു അത് കൃത്യമായി നടപ്പാവും. നമ്മളുടെ നാട്ടിലേക്കൊക്കെ, നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ നാട്ടില് ഏത് നേതാവിന്റെ കൂടെയാണോ ഭൂരിപക്ഷം ആളുകളുള്ളത് അവൻ വലിയ നേതാവായി മാറും. അവൻ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും, കാര്യങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാവും. ആരുടെ കൂടെയാണോ അനുയായികൾ കുറഞ്ഞു പോകുന്നത് അവനെ കുറിച്ച് നമ്മൾ തന്നെ പറയണം, അവൻ ആ നാട്ടിലെ ചെറിയൊരു നേതാവാണ് എന്ന് പറയും. ആ ഒരു ചെറിയ ഇട്ടാവട്ടത്ത് മാത്രം കാര്യങ്ങൾ നടക്കും, കൂടുതൽ കാര്യങ്ങൾ നടക്കില്ല. എന്നാലോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഭൂമിയിലുള്ളവർ മുഴുവൻ വിശ്വാസികളായി എന്ന് വിചാരിച്ചതുകൊണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലുള്ളവർ മുഴുവൻ വിശ്വാസികളായി മാറിയത് കൊണ്ട് എന്തെങ്കിലും വർദ്ധിക്കുകയോ, ഇനി ഭൂമിയിലുള്ളവർ മുഴുവൻ അള്ളാഹുവിനെ നിഷേധിച്ച് കാഫിര്യങ്ങളായി എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന് വല്ലതും കുറവോ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോഴും ഇപ്പോഴും അള്ളാഹു അതേ ഒരു ഇതിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലം യകുൻ ലഹു വലിയ്യും മിനൽ ഖുർആനിലോടുത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് നിന്യത ചേർത്താനോ അല്ലെങ്കിൽ ആ നിന്യതയിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷിക്കാനോ ഒരാളുമില്ല. അള്ളാഹു എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് ആ ഒരവസ്ഥയിൽ തന്നെ ജബ്ബാറായി നിലകൊള്ളുന്നതാണ്. അനുയായികൾ കൂടുന്നത് കൊണ്ട് കൂടുകയോ കുറയുന്നത് കൊണ്ട് പ്രയാസം നേരിടുകയോ ചെയ്യുന്ന ഒന്നല്ല. അള്ളാഹു ആ ഒരു തന്റെ തീരുമാനങ്ങൾ എന്തുണ്ടോ അത് ബലമായി നടപ്പാക്കാനുള്ള എല്ലാവിധ ശക്തിയും കഴിവും ഉള്ളവനാകുന്നു. ഒന്നാമത്തതാണ്. രണ്ടാമത്തതിലേക്ക് പോകണം. ഇന്നഹു ലാ യഅഫു അനിൽ ഉഖൂബത്തി ബഅദൽ ഹുജ്ജ. ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാ യഅഫു, അഫു ചെയ്യുകയില്ല, അനിൽ ഉഖൂബത്തി ശിക്ഷിക്കുന്നത് തൊട്ട് ബഅദൽ ഹുജ്ജത്തി, ഹുജ്ജത്തിന് തെളിവുകളെല്ലാം നിരത്തി ക്ലിയർ ആയതിനു ശേഷം. അതായത് പറഞ്ഞുകൊണ്ടുവരുന്നത് എല്ലാവിധ തെളിവുകളും ഇങ്ങനെ കൃത്യമായി വെച്ചിട്ടാണ് അള്ളാഹു നരകത്തിലേക്ക് വിടുക. അങ്ങനെ ഒരാളെ തെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ശിക്ഷിക്കുന്നതിന് തൊട്ട് കൃത്യമായിട്ട് അതാണ് നടപ്പാക്കുക. ബാക്കിയുള്ളതെല്ലാം കൃത്യമായി നടന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ശിക്ഷിക്കൽ എന്നുള്ള കാര്യം കൃത്യമായി നടപ്പാക്കുന്നതിന് തൊട്ട് അള്ളാഹുവിനെ ആരും തടയൂല, അള്ളാഹു നടപ്പാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, ഒരാള് വിശ്വാസിയായി മരണപ്പെട്ടു പോവുകയും മറ്റൊരാള് വിശ്വാസിയല്ലാതെ സത്യനിഷേധിയായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരാള് സ്വർഗത്തിലേക്കും ഒരാള് നരകത്തിലേക്കും ഉള്ളതാണ്. ഈ സ്വർഗത്തിലേക്ക് പോകുന്നവർ അതിനുശേഷം കടന്നു പോകുന്ന ഓരോ പോസ്റ്റിലും വിജയം കൊണ്ടാണ് പോകുന്നത്, എന്നിട്ടാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. നരകത്തിലേക്ക് പോകുന്നവരോ അതിനുശേഷം ഓരോ ചെക്ക് പോസ്റ്റിലും പരാജയം, പിന്നെയും പരാജയം, പിന്നെയും പരാജയം. അതായത് മരണപ്പെടുന്ന സമയത്ത് തന്നെ വിശ്വാസികൾ സന്തോഷത്തോടു കൂടെയാണ് അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത്. അവിശ്വാസികളോ ആ സമയത്ത്, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത ആളുകളോ ആ സമയത്ത് തന്നെ പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത്, റൂഹ് പിരിയുന്നത് തന്നെ. അതിനുശേഷം ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ചോദ്യം വരുന്നുണ്ട്. ഈ ചോദ്യത്തിൽ വിശ്വാസിയായിരിക്കുന്ന ഒരാളോ അവർക്ക് സന്തോഷമാണ്. അവിടുന്ന് അങ്ങോട്ട് അവരോട് മലക്കുകൾ പറയുന്നത് നം കനൗമത്തിൽ അറൂസ്, മണവാളന്മാർ കടന്നുറങ്ങുന്നത് പോലെ സന്തോഷത്തോടെ ഉറങ്ങിക്കൊള്ളുക എന്നാണ് ഖബറിൽ പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം കടക്കുകയാണ് അവർ. ആ സമയത്തോ ശക്തമായ ഇരുമ്പ് ദണ്ടുകളെ കൊണ്ടുള്ള അടിയാണ് ആർക്ക് കിട്ടുന്നത്?
അവിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതും കഴിഞ്ഞ് പിന്നീട് മാശറ ലോകത്ത് നേരെ അവരെ ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്ക് അല്ല ഒരു വിഭാഗത്ത് നരകത്തിലേക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ കൊണ്ടുവന്ന് തരും. ആ കൊണ്ടുവന്ന് തരുന്ന സമയത്ത് തന്നെ വിശ്വാസികളുടേത് അല്ലെങ്കിൽ വിജയികളുടേത് വലത് കൈയിലാണ് കൊടുക്കുക എന്ന് പറയും. പരാജയപ്പെട്ടു പോകുന്നവരുടെ ഇടത് കൈയിലാണ് കൊടുക്കുക. അവിടെയും അള്ളാഹു എന്ത് ചെയ്യാണ്? ഹുജ്ജത്ത് നിരത്തി വെക്കുന്നുണ്ട്. അതും പുറകിലൂടെ കൊണ്ടുവന്ന് ഇടത് കൈയിൽ കൊടുക്കുമെന്നാണ്. അതിനുശേഷം വീണ്ടും അള്ളാഹു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തീരുമാനിക്കുന്നില്ല. നന്മ തിന്മകളെ പരിശോധന നടത്തുകയാണ്, വിചാരണ ചെയ്യുകയാണ്. വിചാരണയും ചോദ്യത്തിൽ ഒതുങ്ങുന്നില്ല. തുലാസ് കൊണ്ടുവന്നുകൊണ്ട് തൂക്കി നമുക്ക് ബോധ്യപ്പെടുത്തി തരും, മീസാൻ എന്ന തുലാസിലിട്ടുകൊണ്ട് എന്നിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെ ഹുജ്ജത്തുകൾ, ഇത്രയൊക്കെ തെളിവുകൾ കൃത്യമായി നമുക്ക് മരണസമയത്ത് ബോധ്യപ്പെടുത്തി, ഖബറിൽ ബോധ്യപ്പെടുത്തി, മാശറ ലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് തിരിച്ചറിവുകൾ തന്ന്, കിതാബ് നൽകുന്ന സമയത്ത് ബോധ്യപ്പെടുത്തി, നമ്മളത് കിതാബ് വായിച്ച് മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഇതെന്തോ ഒരു ഗ്രന്ഥമാകുന്നു, ഞാൻ ചെയ്തു പോയ ഒരു ചെറിയ തെറ്റുപോലും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന രംഗം കഴിഞ്ഞ് നന്മ തിന്മകൾ തൂക്കി നോക്കി ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഹുജ്ജത്ത് നിരത്തി വെച്ചതിന് ശേഷം പിന്നീട് അള്ളാഹു അഫു ചെയ്യൂല. അഫു തീരെ ഉണ്ടാവൂല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അള്ളാഹു നമ്മൾ ജബ്ബാറാകുന്നു എന്നുള്ള അള്ളാഹുവിന്റെ ആ മുഖം പഠിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കി വെക്കേണ്ടത് അതാണ്. അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുന്ന സമയത്ത് റഹ്മത്തിനെ കുറിച്ച് പറയും, അത് വേറെ. ഇവിടെ അള്ളാഹുവിന്റെ ജബ്ബാർ എന്നുള്ള മുഖമാണ്. ഇങ്ങനെ അള്ളാഹു ജബ്ബാർ ആകണേ എന്നുണ്ടെങ്കിൽ ഹുജ്ജത്തുകൾ ഇതെല്ലാം, തെളിവുകൾ ഇതെല്ലാം നിരത്തി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, എന്നെ അള്ളാഹു വെറുതെ വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ധാരണ വേണ്ട. കാരണം അള്ളാഹു ജബ്ബാറാണ്. തെറ്റിലേക്ക് പോകുന്ന സമയത്ത് അത് സാരല്ല, നമുക്ക് തൗബ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളാം എന്നുള്ള ഒരു ധാരണ പിശാച് നമ്മളുടെ ധാരണയിൽ ഇട്ട് തരേണ്ട. കാരണം ഇതെല്ലാം ഹുജ്ജത്തുകൾ നിരത്തി വെച്ചതിന് ശേഷം പിന്നെ അള്ളാഹു നമ്മളോട് അഫു ചെയ്യുണ്ടാവുകയില്ല. അള്ളാഹു ജബ്ബാറാകുന്നു എന്ന് മനസ്സിലാക്കുക. ചില കാര്യങ്ങളിൽ ഇത് അള്ളാഹുവിന്റെ ജബ്ബാർ എന്നുള്ള മുഖമാണ് വിശദീകരിക്കുന്നത്. റഹ്മാന് പറയുന്ന സമയത്ത് ആ ഇസ്മ കേൾക്കുമ്പോൾ മുഴുവൻ അഫു ചെയ്യും എന്നുള്ളതിലേക്ക് തോന്നുമ്പോന്നുണ്ടെങ്കിലും ഈ ഒരു മുഖം അള്ളാഹുവിനുണ്ട് എന്നുള്ളതാണ്. ഉഖൂബത്ത് തീരുമാനം അതെല്ലാ ഹുജ്ജത്തുകളും നിരത്തി ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അഫു ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് അള്ളാഹു ജബ്ബാർ ആയതുകൊണ്ട് സൂക്ഷിക്കേണ്ട പോയിന്റുകളിലെല്ലാം തെറ്റ് ചെയ്യാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക. മൂന്നാമത്തേത്, ഇന്നഹു ലാ യശഖു അലൈഹിൽ ബദ്ലു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബദൽ എന്ന് പറഞ്ഞ ചെലവഴിക്കുക എന്നുള്ളതാണ്. അതൊരു പ്രയാസവുമില്ല. കാരണം ഒരാൾക്ക് എന്തൊരു നന്മ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, എന്തൊരു കാര്യം തീരുമാനിച്ച് നടപ്പാക്കുകയാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ ഫയക്കൂൻ, ഉണ്ടാവുക എന്നുള്ള ഒരു കലിമത്ത്, ഒരു വാക്ക് മാത്രമാണ്. അപ്പോഴേക്കും അത് ഉണ്ടായി കഴിഞ്ഞിരിക്കും. അള്ളാഹു ഒരാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എന്നുള്ളത് അള്ളാഹുവിനൊരു പ്രയാസമില്ല. അള്ളാഹു ഒരുപാട് സമ്പത്ത് ഒരാൾക്ക് നൽകി, അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് ഒന്നും കുറയുന്നില്ല. അള്ളാഹു ഒരുപാട് സൗകര്യങ്ങൾ ഒരാൾക്ക് നൽകി, അള്ളാഹുവിന്റെ സൗകര്യങ്ങളിൽ നിന്ന് ഒന്നും കുറയുന്നില്ല. അതായത് തീരുമാനിച്ച കാര്യം നടപ്പാക്കൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ എന്നുള്ള ഒരു വാക്കാണ്. ഫയക്കൂൻ, അതുണ്ടാകുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കുൻ ഫയക്കൂൻ, എന്തും ഉണ്ടാവുക എന്ന് പറയുമ്പോഴേക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളെ അള്ളാഹു നടത്തും. നമുക്ക് സമ്പത്തിൽ ബർക്കത്ത് വേണം, അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നമ്മളെ കോടീശ്വരനാക്കി മാറ്റിയാലും അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്നൊന്നും കുറയുകയില്ല. നമുക്കൊന്നും നൽകാതെ പ്രയാസത്തിലൂടെ നമ്മളെ ജീവിപ്പിച്ചു വിട്ടാലും അള്ളാഹുവിന് ഒരുപാട് ബാലൻസ് ഉണ്ടാകും എന്നുള്ളതും ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചെലവഴിക്കൽ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളെ നടത്താനുള്ള ഒരു വാക്ക് മാത്രം അള്ളാഹുവിന് മതി എന്നുള്ളത്. പിന്നെ നാലാമത്തെ ഒരു പോയിന്റ്, അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുകയും കരാർ ലംഘനം നടത്തുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ ചെയ്തു തന്നിട്ട് നമ്മളെല്ലാം അള്ളാഹുവിനെ തിരിഞ്ഞു നടക്കുകയും എതിര് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. വല്ലാതെ ആത്മാർത്ഥതയുള്ള അനുയായികൾ ഉണ്ടാകുന്നത് കൊണ്ട് ഓവറായ സന്തോഷവും അള്ളാഹുവിനില്ല.
ഇതൊക്കെ മനുഷ്യന്മാർക്ക് ചേരുന്നതാണ്. പക്ഷെ അള്ളാഹു ജബ്ബാർ ആയതുകൊണ്ട് അതില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മളെ പലവരും എതിര് പ്രവർത്തിക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടും, ദുഃഖം അനുഭവപ്പെടും. അതേസമയം നമ്മളെ അനുയായികള് മുഖ്ലിസീൻ വളരെ ആത്മാർത്ഥമായി കൂടെ ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്ത സന്തോഷവും അനുഭവപ്പെടും. ഇത് മനുഷ്യരായ നമുക്കുള്ളൊരു വികാരം. അള്ളാഹുവിന് അങ്ങനെ പ്രത്യേകമായി കൊണ്ട് എന്തെങ്കിലും നമ്മളെല്ലാം എതിര് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ദുഃഖം അനുഭവപ്പെടുക എന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ ഇഖ്ലാസ് കൂടുന്ന സമയത്ത് ഒരു സന്തോഷം വരിക എന്നുള്ളതോ ഇല്ല. അതേസമയം അടിമകൾ വഴിപ്പെടുന്നതിനനുസരിച്ചുള്ള സന്തോഷം പങ്കുവെക്കും എന്നുള്ളത് മലക്കുകളോട് വിളിച്ചു പറയും എന്നുള്ള ചില ഹദീസുകളൊക്കെ ഉണ്ട്. ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പോയിന്റ് വരുന്നത്, നമ്മൾ എതിര് പ്രവർത്തിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് ദുഃഖം വരുന്നില്ല, എന്നാൽ ഒരുപാട് മുഖ്ലിസീങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു അഭിമാനം കൊള്ളുന്ന ഒരു സന്തോഷവും അള്ളാഹുവിന് വരുന്നില്ല. അടുത്തത് അഞ്ചാമത്തതായിട്ട് ഇതിൽ പറയുന്നത്, അള്ളാഹുവിന് ലഹ്ഫത്ത്, ഖേദമുണ്ടാവുകയില്ല അലാമാക്കാൻ ഉണ്ടായ കാര്യത്തിന്. വലായത്തമന്നാമാലമിക്കും, ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയുമില്ല. നമ്മളുടെയൊക്കെ അതാണ്, ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ദുഃഖവും ഖേദവുമായിരിക്കും. അത് എനിക്ക് കിട്ടാതെ പോയി, ഞാൻ ആഗ്രഹിച്ചത് സംഭവിക്കാതെ പോയി എന്നുള്ള ദുഃഖം നമ്മളൊക്കെ പിടികൂടാറുണ്ട്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല. കാരണം എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത്, ജബ്ബാർ ആയതുകൊണ്ട് കർശനമായി അത് നടപ്പാക്കാൻ, കൃത്യമായി അത് നടപ്പാക്കാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കൃത്യമായി അതിനെ നടപ്പാക്കിയിരിക്കും. ഒരിക്കലും ഒരു സംഭവിച്ചതിന്റെ മേലില് അള്ളാഹു തീരുമാനിച്ചതാണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അതിന്റെ പേരിൽ ഒരു ഖേദിക്കേണ്ട അവസ്ഥ വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുകയോ ഇല്ല. മനുഷ്യരായ നമുക്ക് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചിലത് ആ സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് ആ പ്രവൃത്തി തെറ്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന രംഗങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന സമയങ്ങളുണ്ടാവും. ഇതൊക്കെ മനുഷ്യരായ നമുക്കുള്ളതാണ്. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അതേപോലെ നടക്കുകയാണ്, ജബ്ബാറാണ്. അത് നമ്മളുടെ സൃഷ്ടികളിൽ കൃത്യമായി നടത്തുകയും ചെയ്യാൻ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു കാര്യത്തിന്റെ മേൽ ദുഃഖമോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ഖേദമോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അള്ളാഹുവില് സിയാദത്തും ഫസാദും സ്വാധീനം ചെലുത്തുകയില്ല എന്ന് പറയും. എന്തെങ്കിലും ഒന്നിങ്ങനെ ഒരുപാട് ഉണ്ടായി എന്നുള്ളത് കൊണ്ട്, തീരെ ഇല്ലാത്ത ഒരാൾക്ക്, ഒരു മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവനെല്ലാം മതി പറന്ന് സന്തോഷിക്കുകയും ആർമാദിക്കുകയും ചെയ്യാറുണ്ട്. അതേസമയം അള്ളാഹുവിന് അങ്ങനെ ഒന്ന് അധികം വരുന്നത് കൊണ്ട് ഒരു സ്വാധീനമോ അല്ലെങ്കിൽ ഒരു ഫസാദ് കൊണ്ടുള്ള സ്വാധീനമോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ മനുഷ്യർക്ക് വരുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്തത് ഏഴാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ഇന്നഹു ലാ യുആരിദു ഫിൽ ഫിഅലി, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളില് പരസ്പര വൈരുദ്ധ്യം എന്നുള്ള ഒന്നുണ്ടാവില്ല. തീരുമാനിക്കുന്നത് കൃത്യമായി നടപ്പാക്കാൻ കഴിവുള്ളവനാണ് ജബ്ബാർ. ജബ്ബാറായ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ വൈരുദ്ധ്യം വരൂല. മനുഷ്യരായിരിക്കുന്ന അങ്ങനെയല്ല. ആഗ്രഹം ഒരു കാര്യമാണെങ്കിൽ അത് നടപ്പാക്കാൻ കഴിവില്ലാതെ ആഗ്രഹം ഒരു ഭാഗത്ത്, അതിനനുസരിച്ച് ആദ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കും, പിന്നെ അവന്റെ പ്രവർത്തനങ്ങൾ അതിനോട് നേരെ വൈരുദ്ധ്യമായിട്ടാണ് വരിക. കാരണം ആഗ്രഹിച്ചത് ചെയ്യാൻ കഴിയാതെ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാനും ചെയ്യാനും കഴിയാതെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്യും. അല്ലെങ്കിൽ ആദ്യം ചെയ്തതിന് അന്ന് അത് ശരിയാണ് എന്ന് തോന്നി, പിന്നീട് അതല്ല ശരി, മറ്റൊന്നാണ് ശരി എന്ന് തോന്നുന്ന സമയത്ത് തിരിച്ച് അതിനോട് വൈരുദ്ധ്യമായിരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് കാണാം. ഇങ്ങനെയുള്ള വൈരുദ്ധ്യം അള്ളാഹുവിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു ജബ്ബാർ ആയതുകൊണ്ട് അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് നടക്കുക എന്നുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ വൈരുദ്ധ്യം വരൂല. മനുഷ്യരൊക്കെ പ്രവർത്തനങ്ങളില് ആദ്യം രാഷ്ട്രീയത്തിലേക്ക് ചിന്തിച്ചാൽ മതി. ഒരു സമയത്ത് ചേരുന്ന ഒരു പാർട്ടിയോട് കൂടെ ആയിരിക്കും ചേരുക, അന്ന് അതിന്റെ പ്രശംസകളും വാക്കുകളും ആയിരിക്കും പറയുക. പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് പോകുന്ന മറ്റൊരു പാർട്ടിയിലേക്ക് പോകും. ആ സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന, അന്ന് ഒരു കാലത്ത് ആ നാവ് കൊണ്ട് ഒരുപാട് പ്രശംസിച്ച ആളുകളെ പിന്നീട് ആ നാവ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്,
ഒരുപാട് ചീത്ത വിളിക്കുന്നത്, വേറെ അന്ന് ചീത്ത പറഞ്ഞ ആളുകളെ പ്രശംസിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങൾ അത് മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. അള്ളാഹുവിന്റെ ജബ്ബാറായിരിക്കുന്ന അള്ളാഹുവിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. പിന്നെ എട്ടാമത് വരുന്നത് ഇന്നഹു ലാ യുതാരിബു ബിൽ ഇല്ല. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം അള്ളാഹുവിനോട് ആരും ചോദിക്കുകയില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു, പരിശുദ്ധ ഖുർആനിൽ തന്നെ വന്നതാണ്. ലാ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല. മറ്റാരും വന്ന് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനില്ല. അമ്മാ യഫ്അലു, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്ന് പറയുന്ന ജബ്ബാറായിരിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടാവുകയില്ല. മനുഷ്യരായ നമുക്ക് അങ്ങനെയല്ല. ഒരു പ്രവൃത്തി വീട്ടിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രക്ഷിതാവ് വാപ്പ ചെയ്യുന്നത് ചോദ്യം എന്തേ വാപ്പ അങ്ങനെ ചെയ്തു എന്ന് സ്നേഹത്തോടെയാണെങ്കിലും മക്കൾ ചോദിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. മക്കൾ ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് സ്നേഹത്തോടെയും എന്നാൽ തന്റെ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് വാപ്പ ചോദിക്കുന്ന അവസ്ഥയുണ്ടാവും. വീട് വിട്ട് സമൂഹത്തിലാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവൻ ചെയ്തത് എന്നുള്ളത് സമൂഹം ചോദിക്കും. രാജ്യത്താണെങ്കിൽ ഭരണ സംവിധാനം ചോദിക്കും എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ളത്. എന്നാൽ ജബ്ബാറായിരിക്കുന്ന അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അതേ രീതിയിൽ നടപ്പാക്കും. ഒരാളും എന്തേ അങ്ങനെ ചെയ്തത് എന്നുള്ളത്, എന്താണ് അത് പ്രവർത്തിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ചോദ്യവും ഒരാളും അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള കാരണം ഒരാളും ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഓരോ സമയത്തും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നൽകി എന്നുണ്ടെങ്കിൽ, അള്ളാഹു നമ്മളുടെ മുഴുവൻ ദോഷങ്ങൾ അള്ളാഹു പുറത്തു നൽകി എന്നുണ്ടെങ്കിൽ ഒരാളും എന്തിനാണ് മുഹമ്മദിന് പുറത്തു കൊടുത്തത് ഒരാളും ചോദിക്കുകയില്ല. അള്ളാഹു നമുക്ക് മുഴുവൻ പുറത്തു തരികയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് പുറത്തു കൊടുത്തത് എന്ന് ചോദിക്കുകയില്ല. എന്നാൽ പുറത്തു തരാതെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ ഇങ്ങനെ തുറന്നു തന്നു, അതിലൂടെ ഇങ്ങനെ ആസ്വദിച്ച് തെറ്റുകൾ മാത്രം ചെയ്തു പോയി എന്നുണ്ടെങ്കിലോ എന്തിനാണ് ഈ വ്യക്തിക്ക് തെറ്റിന്റെ വാതിലുകൾ മാത്രം തുറന്നു കൊടുത്തത് എന്നും ആരും ചോദിക്കൂല. നമ്മളാണത് തീരുമാനിക്കേണ്ടത്. നല്ലതായ വഴികളുടെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അള്ളാഹു കൂടുതൽ നന്മയുടെ വഴികൾ തുറന്നു തരും. അതല്ല തെറ്റിന്റെ വഴികളാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിലോ അള്ളാഹു തെറ്റിന്റെ വഴികൾ കൂടുതൽ തുറന്നു തരും. അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് കാരണം ചോദിക്കാൻ ഒരാളുമില്ല എന്നുള്ളതാണ്. ഒമ്പതാമത്തേതോ ഇന്നഹു ലാ യഹ്ജുർ അലൈഹി ഫീ ഇറാദ, അള്ളാഹു എന്തുദ്ദേശിക്കുന്നു അത് തടയാനും ഒരാൾക്കും സാധിക്കില്ല. അള്ളാഹു ജബ്ബാറാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ ഒരാളുണ്ടാവൂല എന്നുള്ളത്. ലാ യഹ്ജുറു അലൈഹി ഫീ ഇറാദ, അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യം അള്ളാഹു തീരുമാനിക്കുകയാണ്. ഈ 2020 വന്ന വർഷം എല്ലാവരും, ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒരു ചെറിയ വൈറസിനെ കൊണ്ടൊന്ന് പരീക്ഷിക്കാം എന്നുള്ളത്. ഒന്ന് പേടിപ്പെടുത്തി കൃത്യമായിട്ട് ഒന്ന് അനുസരിക്കുന്നവരെ ഒന്ന് കൂടുതൽ അനുസരിക്കാൻ, അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞ അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാല് ലോകത്തുള്ളവരെ മുഴുവൻ ചെറിയൊരു വൈറസിനെ വിട്ട് ഭീതിയിലാക്കാൻ, പേടിപ്പെടുത്താൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇനി 10ാമത്തെ ഒന്ന്, ജബ്ബാറായിരിക്കുന്ന അള്ളാഹുവിനോട് ഇന്നഹു ലാ യതവജ്ജഹു ഇലൈഹി ത്വലബു ബിൽ ഇൽസാമി, അള്ളാഹുവിലേക്ക് ചെല്ലുന്ന അപേക്ഷകളെല്ലാം നിർബന്ധമായി ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെയ്യുകയില്ല. ഇന്നമാ ഹുവ ദുആഉൻ വതളറുൻ, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയരുക പ്രാർത്ഥനയും തളറോ എന്ന് പറഞ്ഞ വിനയത്തോടുകൂടെയുള്ള റിക്വസ്റ്റുകളുമായിരിക്കും, വിനയപ്പെടലുമായിരിക്കും എന്നാണ്. നമ്മളുടെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിന്റെ 3ാമത്തെ ദിവസം അല്ലെങ്കിൽ 7ാമത്തെ ദിവസം ആ സർട്ടിഫിക്കറ്റ് തരുന്ന നിയമമുണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മളുടെ സ്വഭാവം മാറി ചോദ്യം ചെയ്യും. ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ചതായിരുന്നു, 3 ദിവസമായി കിട്ടിയിട്ടില്ല, 7 ദിവസമായി കിട്ടിയിട്ടില്ല. കാരണം നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ നിർബന്ധമായി ചെയ്തു തരണം എന്നുള്ള നിയമം, ഒരു നിർബന്ധം അവിടെ കിടക്കുന്നുണ്ട്. എന്നാലോ അള്ളാഹുവിനോട് പോയിട്ട് ഞാൻ അള്ളാഹുവെ നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വർഗം തരണം എന്ന് നിർബന്ധം പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവെ ദുആ ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ ദുആ ചെയ്ത കാര്യം നൽകണം എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവെ എനിക്ക് മഗ്ഫിറത്ത് നൽകണമേ, അള്ളാഹുവെ മർഹമത്ത് നൽകണമേ, അള്ളാഹുവെ എന്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് ദുആ ചെയ്യാം. വിനയാന്യതന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, വിനയാന്യതനാവാം, സുജൂദിൽ കടന്ന് ദുആ ചെയ്യാം.
ഇതെല്ലാം ചെയ്യാം എന്നല്ലാതെ അള്ളാഹു നിർബന്ധമായി ചെയ്തു തരണം എന്നുള്ള ഒരു റിക്വസ്റ്റും അള്ളാഹുവിനോട് ഒരാളും ചെയ്യുകയില്ല. അള്ളാഹു ജബ്ബാറായി നിലകൊള്ളുന്നത് കൊണ്ട് നമുക്ക് ചോദിക്കാം, വേണമെങ്കിൽ അള്ളാഹു നൽകും, അല്ലെങ്കിലോ നൽകാതിരിക്കുകയും ചെയ്യും. അതേസമയം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾ ദുഊനി ഫസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഓഫറായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്കത് പാലിക്കാം, അപ്പൊ കിട്ടുകയും ചെയ്യും. അതാണ് ദുആ ചെയ്യാം, വിനയാന്യതനാകാം, അതേസമയം ഒരു നിർബന്ധങ്ങളും അള്ളാഹുവിന്റെ മേൽ ഇല്ല എന്നുള്ളത്. 11 പറയുന്നത് ഇന്നഹു ലാ യജിബു അലൈഹിൽ ഫീലു, ഒരു കാര്യവും ചെയ്യൽ അള്ളാഹുവിന് നിർബന്ധമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാം. ആ വിഷയത്തിൽ ചെയ്യാനാണ് തീരുമാനം, ചെയ്യാം. ചെയ്യാതിരിക്കാനാണോ തീരുമാനം, അതും നടപ്പാക്കാം. കാരണം അള്ളാഹു ജബ്ബാറാകുന്നു എന്നുള്ളത്. 12 അള്ളാഹുലേക്ക് അങ്ങ് ചെല്ലുക എന്നും ചേരുക എന്നുള്ളതും അള്ളാഹുവിനോട് ഇഷ്ക് ലയിക്കുക എന്നുള്ളതും എളുപ്പമല്ല എന്നുണ്ടെങ്കിലും നിർവാഹമില്ല, ചെല്ലണം. കാരണം നമുക്ക് റിസ്ക് നൽകുന്നവൻ അള്ളാഹു ആകുന്നു, റഹ്മത്ത് ചെയ്യുന്നവൻ അള്ളാഹു ആകുന്നു, മഗ്ഫിറത്ത് നൽകുന്നവൻ അള്ളാഹു ആകുന്നു. ഇതെല്ലാം ലഭിച്ച് നാളെ സ്വർഗം ലഭിക്കുന്നത് വരെയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോഴും അള്ളാഹുവിനോട് അങ്ങോട്ട് കടപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ ഒഴിവാക്കി മറ്റൊരു വഴിയിലേക്ക് പോവുക എന്നുള്ള ഒന്നില്ല. അള്ളാഹു ഇതാണ് 12 കാര്യങ്ങൾ. സമയം ദീർഘിച്ചുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നത്. ഈ ജബ്ബാറായിരിക്കുന്ന അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളെ കൃത്യമായി നടപ്പാക്കുന്നവനാകുന്നു. അതുകൊണ്ട് തന്നെ ആ കൃത്യത വരുന്നത് കൊണ്ട് ഈ പറഞ്ഞ 12 കാര്യങ്ങളും അതിനോട് ചേർത്ത് വായിച്ചു വെക്കുക. അങ്ങനത്തെ ഒരു ജബ്ബാറായിരിക്കുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാല് ഇത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. കൃത്യമായ കാര്യങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പാക്കും. എന്നാൽ നാമും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇത് അള്ളാഹുവിന്റെ സ്വഭാവമായിരിക്കുന്ന കൃത്യമായി നടപ്പാക്കൽ എന്നുള്ള, അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, നയങ്ങൾ എടുക്കുന്ന സമയത്ത് നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഭാഗമായിട്ട് ഭൂമിയിൽ ധിക്കാരം കാണിച്ച, അല്ലെങ്കിൽ എല്ലാം അനറബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ വലിയ തമ്പുരാൻ എന്ന് പറഞ്ഞ് അഹങ്കാരം കൊണ്ടിരുന്ന ഒരാളാണ് ഫിർഔൻ. ഈ ഫിർഔന് അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഒരു സ്വപ്നം വന്ന സമയത്ത് തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി എടുത്ത തീരുമാനം എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ ബനി ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും വധിച്ചു കളയുക എന്നായിരുന്നു ഫിർഔന്റെ തീരുമാനം. നമ്മളുടെ ജീവിതത്തിലാണ് ഇതിനോട് സമാനമായി കൊണ്ട് ഈ അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതോ അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു രംഗം കടന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തീരുമാനിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയത്. ഫിർഔന് അധികാരം നഷ്ടപ്പെടും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ കാരണമായിട്ട് അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞ സമയത്ത് അത് നിലനിർത്താനുള്ള തീരുമാനം എന്തായിരുന്നു? ബനു ഇസ്രായേലിൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്നായിരുന്നു. ധിക്കാരപരമായ തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. അതല്ല എടുക്കേണ്ടത്. ശരിക്ക് അങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹുവെ, ഞാൻ വല്ല തെറ്റും ചെയ്തത് കൊണ്ടാണോ എനിക്ക് നൽകുന്ന ഈ സൗകര്യങ്ങൾ എടുത്തു മാറ്റുമെന്ന് പറയുന്നത്? വല്ല തെറ്റും ചെയ്തത് കൊണ്ടാണോ എന്റെ അധികാരത്തിൽ നിന്ന് എന്നെ ആട്ടിയോടിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത്? എനിക്ക് നൽകിയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ള തീരുമാനമാണ് വരേണ്ടത്. അതേസമയം ഇതിനോട് ചേർത്ത് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു തീരുമാനവും എടുത്തു വെക്കാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിത കഥ പരിശുദ്ധ ഖുർആന് വിശാലമായി പറഞ്ഞതാണ്. ചെറുപ്രായത്തിൽ തന്നെ സഹോദരന്മാർ കൂട്ടിക്കൊണ്ടുപോയി കിണറിലേക്ക് ഇടുന്നുണ്ട്. അവിടെ നിന്ന് കയറിൽ തൂങ്ങി രക്ഷപ്പെട്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയത് അതിലൂടെ സഞ്ചാരികളായി വന്നിരിക്കുന്ന ആളുകൾ വെള്ളം കോരാൻ വേണ്ടി കയറിറക്കിയ സമയത്ത് ബക്കറ്റ് ആ കയറിൽ പിടിച്ചു തൂങ്ങി മുകളിലെത്തിയപ്പോഴാണ് ഹാദാ ഗുലാം, ഇതൊരു കുട്ടിയാണല്ലോ കിട്ടിയിരിക്കുന്നത്, വെള്ളമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത്ഭുതപ്പെടുന്നുണ്ട്. എന്നിട്ട് പിന്നീട് മിസ്രിലേക്ക് പോവുകയും അവിടെ അടിമ ചന്തയിൽ വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗപ്രയാസം.
അതും കഴിഞ്ഞതിന് ശേഷം കൊട്ടാരത്തിലെത്തുന്നു, സേവകനായി ദീർഘകാലം ജീവിക്കുന്നുണ്ട്. അതിലെയും ഓരോ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയി പിന്നീട് ജയിലിലേക്ക് എത്തുകയാണ്. ഈ ജയിലിൽ നിന്ന് പിന്നീട് അധികാരത്തിലെത്തി അന്ന് തന്നെ കിണറിൽ കൊണ്ടുവന്ന് തള്ളിയ സഹോദരന്മാരെ മുമ്പിൽ വന്ന് നിർത്തിയ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹോദരങ്ങളോട് പറഞ്ഞ വാക്കാണ് ഖാല അന യൂസുഫ്, അതെ ഞാൻ തന്നെയാണ് യൂസുഫ്, വഹാദ അഖി, ഇതെന്റെ സഹോദരനാകുന്നു, ഖദ് മന്നല്ലാഹു അലൈന, അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീറു അജ്റൽ മുഹ്സിനീൻ. അത് കഴിഞ്ഞിട്ടുള്ള ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുറ്റവുമില്ല നിങ്ങൾക്ക് എന്ന്. ഇതാണ് തീരുമാനത്തിന്റെ. ഫിർഔൻ തന്റെ അധികാരം നഷ്ടപ്പെടും എന്ന് പറയുന്ന സമയത്ത് ആ അധികാരം നിലനിർത്താൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയോ നന്നാവുകയോ അല്ല ചെയ്യുന്നത്. അധികാരം നിലനിർത്താൻ വേണ്ടി ധിക്കാരപരമായി എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാനുള്ള തീരുമാനം നടപ്പാക്കുന്നു. പക്ഷെ അള്ളാഹു ജബ്ബാറാണ്. ആ അള്ളാഹുവിന്റെ ജബ്ബാറായതുകൊണ്ട് തന്നെ തന്റെ തീരുമാനം ഫിർഔൻ എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ച ആ നാട്ടിൽ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ആരെ വളർത്തി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തി. കാരണം അള്ളാഹു തീരുമാനിച്ചത് നടപ്പാക്കുന്നവനാണ്. അള്ളാഹു ജബ്ബാറാകുന്നു എന്ന് പറഞ്ഞത് ഇതല്ലേ? അള്ളാഹുവിന്റെ ജബാബിറത്തിന്റെ രൂപം മനസ്സിലായില്ലേ? ഫിർഔൻ തനിക്കെതിരെ വരുന്ന ശക്തിയെ നശിപ്പിക്കാൻ വേണ്ടി മുഴുവൻ കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ കൊട്ടാരത്തിൽ തന്നെ ആ ഫിർഔനിന്റെ കൈ കൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തി. എന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണക്കാരായ സഹോദരന്മാർ മുമ്പിൽ വന്ന സമയത്ത് ലാ തസ്രീബ അലൈക്കും, ഒരു കുറ്റവുമില്ല, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം, വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹു കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാകുന്നു എന്ന് പറയാം. തീരുമാനങ്ങളും നയങ്ങളും എടുക്കുന്ന സമയത്ത് അള്ളാഹുവാണ് ജബ്ബാർ. അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു നടപ്പാക്കും. ഇനി അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇതേ രീതിയിൽ വിനയത്തോടെയുള്ള തീരുമാനമെടുത്ത രംഗമുണ്ട്. മക്കം ഫതഹ്, മക്കയിൽ നിന്ന് മുശ്രിക്കീൻ 13 വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തി പരിശുദ്ധ ദീൻ പറഞ്ഞ കാരണത്താൽ ആ 13 വർഷം പ്രയാസപ്പെടുത്തിയതിന് ശേഷം ഹിജ്റ പോരേണ്ടി വന്നു. ഹിജ്റ പോന്ന് തിരിച്ച് മക്കയിലേക്ക് എത്തുന്ന വേണ്ടി ആദ്യമായിട്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഉംറ നിർവഹിക്കാൻ അനുവദിക്കാതെ ഹുദൈബിയ സന്ധി ചെയ്തുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നീടാണ് മക്കം ഫതഹിന്റെ അന്ന് വരുന്നത്. ഈ സമയത്ത് അതുവരെ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും ബദറിലും ഉഹദിലും മറ്റു പോരാട്ടങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ വരികയും ചെയ്ത ശത്രുക്കളോട് മക്ക കീഴടക്കിയ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ തളുന്നൂന അന്നീ ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യും എന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? നിങ്ങൾ എന്നോട് എൻ്റെ നാട്ടിൽ നിന്ന് പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിർബന്ധമായി പറഞ്ഞ ഹിജ്റ ചെയ്യിപ്പിച്ചു. അള്ളാഹു സമ്മതം കൊടുത്തപ്പോൾ ചെയ്തു. എന്നിട്ട് അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ബദറിലും മുഹദിലും അഹ്സാബിലും നിങ്ങൾ എനിക്കെതിരെ അണിനിരന്നു. ഒരുപാട് പ്രയാസങ്ങൾ വേറെയും ഉണ്ടാക്കി. അവരൊക്കെ കീഴടക്കിയപ്പോഴാണ് ചോദിച്ചത്, മാ തളുന്നൂന അന്നീ ഫാഇലും, ഞാൻ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ തീരുമാനം? ഖാലു, അവർ പറഞ്ഞു, അഖുൻ കരീം, ഞങ്ങളൊരു മാന്യനായ സഹോദരനാകുന്നു, വബ്നു അഖിൻ കരീം, മാന്യനായ ഒരു സഹോദരന്റെ മകനുമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എടുത്ത ഒരു തീരുമാനം എന്താണ്? ഖാല ഇദ്ഹബൂ ഫഅൻതും തുലഖ, എനിക്ക് ആരോടും പ്രശ്നങ്ങളില്ല, ഇദ്ഹബൂ, നിങ്ങൾ പോവുക, ഫഅൻതും തുലഖ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് എന്നുള്ളത്. ഞാനന്ന് മക്ക കീഴടക്കിയ സമയത്ത് മുഴുവൻ ആളുകളെയും അന്നെന്നെ എതിർത്ത ഓരോ ആളുകളെയും പിടിച്ച് തിരിച്ച് വധിച്ചു കളയുകയോ എന്റെ അടിമകളാക്കി വെക്കുകയോ അല്ല ചെയ്യുന്നത്, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞു. തീരുമാനത്തിന്റെ നമ്മളൊക്കെ നിർണായകമായ തീരുമാനം എടുക്കുന്ന സമയത്ത് ജബ്ബാർ എന്നുള്ളത് ഒരു തീരുമാനം, കർശനമായ തീരുമാനങ്ങൾ എടുത്ത് അത് അതേ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതുമാകും. അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യുഹിബ്ബു മആലിൽ ഉമൂരി വയക്റഹു സഫ്സാഫഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, ഇന്നല്ലാഹ യുഹിബ്ബു മആലിൽ ഉമൂരി, കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ കാര്യങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു.
വയക്രഹു സഫ്സാഹ, നിസ്സാരമായ കാര്യങ്ങളെ അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതായത് സ്വഭാവത്തിൽ എല്ലാവർക്കും അഫു ചെയ്തു കൊടുക്കുക ഉന്നതമായ സ്വഭാവമാണ്. എന്നാൽ ഒരാളെ വരച്ച വരയിൽ നിർത്തി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിസ്സാരമായ കാര്യമാണ്, സഫ്സാഫിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതേസമയം എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുക, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, എല്ലാവർക്കും മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പുറത്തു കൊടുക്കാൻ, എല്ലാവർക്കും റഹ്മത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഏറ്റവും നല്ല സ്വഭാവങ്ങളെ എടുത്തണിയുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ആ സമയം മോശമായ സ്വഭാവങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച എന്നുള്ള സ്വഭാവം കൈക്കൊള്ളുക. ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ധിക്കാരപരമായ അതിലൊരു തീരുമാനത്തിനും പുറം ഇത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മടക്കം അള്ളാഹുവിലേക്കാക്കി മാറ്റുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.